അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്വഹാബി അജ്മൈൻ അമ്മാബാദ്. വല്ലാത്തൊരു അത്ഭുതം തോന്നിയൊരു സന്ദർഭമുണ്ട്. അതായത് നമുക്കറിയാം, ഫലസ്തീനിലെ ഗസയിൽ അവിടുന്ന് ഈ ചെറിയ കുട്ടികളെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തുന്ന ഭീകരമായ ക്രൂരമായ കാഴ്ചകൾ വീഡിയോകളായി ഒരു പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഒരു ഒരു ജൂതനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു പട്ടാളക്കാരൻ, അയാൾ പറയുന്നുണ്ട്, ഈ കുട്ടികളെ പിടിക്കുന്നതും അവരുടെ രോദനങ്ങളും അവരുടെ കരച്ചിലുകളൊക്കെ അത് വളരെ ആനന്ദകരമാണ്, വളരെയധികം ആസ്വാദകരമാണ് എന്ന് അയാൾ പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ചിന്തിക്കും, ഇങ്ങനെയൊക്കെ ഇത്രയും ക്രൂരമായ പ്രവർത്തനങ്ങളിലൊക്കെ സന്തോഷം കാണാനും ആസ്വാദനം കാണാനും ഒക്കെ ആളുകൾക്ക് പറ്റുമോ എന്നൊരു പക്ഷേ നമ്മൾ ചിന്തിച്ചു പോവാറുണ്ട്. പക്ഷേ പറ്റുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതി അനുസരിച്ചുകൊണ്ട് അവൻ്റെ മനസ്സാക്ഷിക്ക് അനുയോജ്യമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവന് സന്തോഷം ഉണ്ടായിരിക്കും. മനസ്സാക്ഷിക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വല്ലാത്ത വേദനയും കുറ്റബോധമൊക്കെ നമ്മൾ അനുഭവിക്കും. അത് നമ്മുടെയൊക്കെ മനുഷ്യൻ്റെ ഒരു സത്യസന്ധമായ മനസ്സിൻ്റെ ഒരവസ്ഥയാണത്. ഇതിവിടെ പറയാൻ കാരണം, സമൂഹത്തിലും നമ്മുടെ ചുറ്റുപാടിലും കുടുംബങ്ങളിലൊക്കെ വളരെ മോശമായ കാര്യങ്ങൾ ചെയ്ത് അതിലൊക്കെ ആനന്ദവും ആഹ്ലാദവും അനുഭവിക്കുന്ന ആളുകളുണ്ട് എന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോവാറുള്ള സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കുടുംബത്തിൽ ചിത്രത ഉണ്ടാക്കുക, അതേപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ വ്യക്തികളെക്കുറിച്ച് അവമതിപ്പുകൾ സൃഷ്ടിക്കുക, അവരെ സമൂഹത്തിൽ തേജോവധം ചെയ്യുക, അവരൊരിക്കലും ചിന്തിക്കാത്ത ആരോപണങ്ങൾ അവരുടെ പേരിൽ ആരോപണങ്ങൾ ഉണ്ടാക്കി അതിൽ ആസ്വാദനം കണ്ടെത്തുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അവരതിലൊക്കെ ആനന്ദവും ആഹ്ലാദവും അനുഭവിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അതിനുള്ള അവസരങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് എന്ത് ചെയ്യാണ്, ഏതെങ്കിലും വ്യക്തികളെ തേജോവധം ചെയ്യാനും അവരെ അപമാനിക്കാനും അവരുടെ സന്തോഷങ്ങളെ കലക്കാനും അവരുടെ ആഹ്ലാദ നിമിഷങ്ങളെ പ്രയാസപ്പെടുത്താനൊക്കെ ബോധപൂർവ്വം ശ്രമിക്കുകയും അതൊക്കെ വിജയിക്കുന്നതിൽ ഭയങ്കരമായ മാനസിക ആനന്ദവും ഉല്ലാസവും അനുഭവിക്കുന്ന ആളുകൾ ഉണ്ട് എന്നത് ഒരു വസ്തുത തന്നെയാണ്. അത് അവിശ്വസനീയമായൊരു കാര്യമല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ വിശ്വാസികളാണല്ലോ. നമുക്ക് മേലെ നമ്മളെ കണ്ട് നമ്മളെ നിയന്ത്രിക്കുന്ന ഒരാളുണ്ട് എന്ന് നമുക്ക് ഉറപ്പാണല്ലോ. അതുകൊണ്ട് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരാൾ ചെയ്യാത്ത, ഒരാൾ ഉദ്ദേശിക്കാത്ത, മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ അവരുടെ മേൽ ആരോപിച്ചും അവരെ അവഹേളിച്ചും അവരെ മറ്റുള്ളവർക്ക് മുന്നിൽ മോശമാക്കിയും ചിത്രീകരിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അത് അവരെ ഒരിക്കലും വേദനിപ്പിക്കില്ല, ഒരിക്കലും വിഷമിപ്പിക്കില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അവർ ബോധപൂർവം ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നവർക്ക് ബോധ്യമുണ്ടെങ്കിൽ ഒരു തെറ്റ് നമ്മുടെ മേൽ ആരോപിക്കുന്നുണ്ടൊരു കാര്യമില്ല. വ്യഭിചരിക്കുകയോ വ്യഭിചാരത്തെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യാത്ത ഒരാളുടെ മേൽ വ്യഭിചാരാരോപണം പറഞ്ഞാൽ തൽക്കാലം അയാൾ അപമാനിതനാവാം, അയാൾക്ക് പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷെ അയാൾക്ക് മനസ്സിനൊരു സന്തോഷമുണ്ടെന്നറിയും, ഞാൻ ഇത്തരത്തിലൊരു ആരോപണത്തിന് സാഹചര്യമുണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും എന്നിൽ സംഭവിച്ചു പോയിട്ടില്ല എന്ന് അയാൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അയാൾക്കൊരു വിഷമം ഉണ്ടാവില്ല. നമ്മൾ സത്യസന്ധരാണെങ്കിൽ നമ്മുടെ പേരിൽ ആരെന്ത് ആരോപണങ്ങൾ പറഞ്ഞാലും നമുക്കതിലൊരു വിഷമം ഉണ്ടാവില്ല. അതാണല്ലോ ലോകത്തെ പ്രവാചകന്മാരും സച്ചരിതന്മാരും ഒക്കെ എന്തൊക്കെ ആളുകൾ അവരുടെ പേര് പറഞ്ഞു, അവർക്ക് എന്താ ഒരു വിഷമമില്ലാത്തത്? അവർ സത്യസന്ധരാണെന്നും അവർ ശരിയായ കാര്യങ്ങൾ നിർവഹിക്കുന്നു എന്നും അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇത്തരം ആരോപണങ്ങളും ഇത്തരം അവഹേളനങ്ങളും നടത്തി അതിലൊക്കെ ആത്മസംതൃപ്തി കരസ്ഥമാക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊക്കെ നിഗൂഢമായ ശ്രമങ്ങളും തന്ത്രങ്ങളുമാണ്. നമ്മളിൽ ഉള്ളിലൂടെ നടത്തുന്ന പ്രവർത്തനങ്ങളും കാര്യങ്ങളൊന്നും മറ്റുള്ളവരാരും അറിയില്ലെന്നുള്ളതല്ലേ നമ്മുടെ ആത്മധൈര്യം. പക്ഷെ അവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ മറ്റുള്ളവർക്കെതിരെ ആസൂത്രണങ്ങളും നിഗൂഢതകളും നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളെക്കാളും തന്ത്രവും നമ്മളെക്കാളും അറിവും ഉള്ള അള്ളാഹു ഇതെല്ലാം കാണുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വല യഹീഖുൽ മക്റു സയ്യി ഇല്ലാ ബിഅഹ്ലി, എല്ലാ ചീത്ത കുതന്ത്രങ്ങളും അത് ചെയ്തവരിലേക്ക് തിരിച്ചു വരും, അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇത്തരം വിഷമങ്ങൾ പറയുന്ന ആളോട് നമ്മൾ പറയും, നിങ്ങൾ വിഷമിക്കുക, ക്ഷമിച്ചോളൂ, നിങ്ങളിത് തെറ്റില്ല നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എങ്കിൽ നിങ്ങളുടെ പേരിൽ ആരോപണം പറയുന്ന ആളുകൾ ഇതിനേക്കാളും വലിയ പ്രതിസന്ധികൾ അവർക്ക് തിരിച്ചു കിട്ടും. കാരണം ജിൻസുല്ലാമലാണ്, നമ്മൾ എന്ത് ചെയ്തോ അതന്നെ നമുക്ക് എന്ത് ചെയ്യുക, തിരിച്ചു കിട്ടുക, അതിൽ യാതൊരു സംശയമില്ല.
അതുകൊണ്ട് നമ്മുടെ തന്ത്രങ്ങളെക്കാളും വലിയ തന്ത്രങ്ങൾ അറിയുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് ഈ ആരോപിത രംഗാണെങ്കിലും അള്ളാഹുവിലേക്ക് ഈ കാര്യങ്ങളെ വിട്ടുകഴിഞ്ഞാൽ അതിന് പരിഹാരമുണ്ടാക്കാൻ അള്ളാഹുവിന് പറ്റും. ആ പരിഹാരം നമുക്ക് താങ്ങാൻ കഴിയുമോ എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. മറ്റൊരു കാര്യം, നമ്മൾ ഫോൺ ചെയ്ത് പറയുമ്പോഴും നമ്മൾ സ്വകാര്യ ഭാഷണങ്ങൾ നടത്തുമ്പോഴും അതൊന്നും അതിൽ അപരൻ അറിയുന്നില്ല എന്നതല്ലേ നമ്മുടെ ആത്മധൈര്യം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. നീ കണ്ടില്ലേ, ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹു അറിയും. അള്ളാഹു അറിയാതെ ഒരു ഫോണും ഒരു മെസ്സേജും ഒരു സംസാരവും ആര് തമ്മിലും നടക്കുന്നില്ല. മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാഹു വറാബിഉഹും. മൂന്നാൾ വർത്താനം പറയുന്നുണ്ടെങ്കിൽ നാലാമത്തവനായി അള്ളാഹു ഉണ്ട്. വല ഹംസത്തിൻ ഇല്ലാഹു വസാദിസു. അഞ്ചാൾ പറയുമ്പോൾ ആറാമനായിട്ട് അള്ളാഹു ഉണ്ട്. വല അദ്നാമിൻ ദാലിക വല അക്തർ. അതിന് താഴത്ത്, അതായത് രണ്ടാൾ പറയുമ്പോൾ മൂന്നാമനായി അള്ള ഉണ്ടെന്ന് നമുക്ക് പറയാം. ഇനി ഏഴാൾ പറയുമ്പോൾ എട്ടാമനായിട്ട് അള്ള ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇല്ല ഹുവ മഅഹും ഐനമാക്കാനും. അവരെവിടെയാണെങ്കിലും, അവരിഞ്ഞ് മൊബൈൽ ഫോണിലാണെങ്കിലും രാത്രിയുടെ ഇരുട്ടറയിൽ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുകയാണെങ്കിലും എവിടെന്നാണെങ്കിലും അവരോടൊപ്പം അള്ളാഹു ഉണ്ട്. തുമ്മ യുനബ്ബിഉഹും ബിമാ അമിലു. ഇതൊന്നും മറന്നു പോവില്ല. 5 കൊല്ലം 10 കൊല്ലം 20 കൊല്ലം മുമ്പൊക്കെ ചെയ്തതാണെങ്കിലും എന്താകും, അള്ളാഹു അവർ പ്രവർത്തിച്ചത് ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അവരോട് ചൊല്ലി പറഞ്ഞു കൊടുക്കും. ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം. അള്ളാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവനാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്കിടയിൽ ആരോപണങ്ങൾ ചമക്കാനും അവരെ അവഹേളിക്കാനും അവരെക്കുറിച്ച് അവമതിപ്പുണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്ന ആളുകളുടെ നിഗൂഢ ശ്രമങ്ങൾ കാണുന്നൊരു അള്ളാഹു ആകാശത്തുണ്ടെന്ന് ഓർക്കുന്നത് നമുക്ക് എല്ലാവർക്കും നല്ലതാണ്. അള്ളാഹു എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അപമാനങ്ങളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.